എപ്പിലസിസാണ്. വീട്ടിൽ വന്നപ്പോൾ വേറൊരു സുഹൃത്തും കണ്ടു. അപ്പോൾ ഇതെന്തായാലും പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. ഇടയ്ക്കൊക്കെ ചില ആനുകാലികങ്ങളിൽ ഞാൻ പ്രസിദ്ധീകരണത്തിന് കൊടുക്കാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ റാഷിദ് സാറുടെ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നത്. അന്ന് ഈ കാര്യം ആനുകാലികങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട് എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ അന്നാണ് നിർബന്ധമായിട്ടും ഇത് പുസ്തകമാക്കണമെന്ന് പറഞ്ഞത്. അതിൻ്റെ പ്രചോദനം നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററാണ്. അപ്പോൾ വർക്ക്ഷോപ്പിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം, നമ്മുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുകയല്ല, അത് ഉള്ളിൽ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് അന്ന് പ്രചോദനമായി ലഭിച്ചതിൻ്റെ സാക്ഷാത്കാരമാണ് ഈ പുസ്തകം. സ്നേഹിക്കുന്ന മകള് മരിക്കുന്നതാണ് നല്ലത് എന്ന് അമ്മ ആഗ്രഹിക്കുകയാണ്. ഓട്ടിസം ബാധിച്ച കുട്ടിയായിരുന്നു അത്. ആർത്തമായ ഇട്ടല്ലാതെ നമുക്കത് വായിക്കാൻ സാധിക്കുകയില്ല, ഈ ഒരു സംഭവം കേൾക്കാൻ സാധിക്കുകയില്ല. ഒരുപാട് അമ്മമാര് ആരും അഡ്രസ് ചെയ്യാത്തൊരു ഭാഗമാണ്. ഒരുപാട് സ്ത്രീകൾ, അമ്മമാര് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ മാതാക്കൾ, അമ്മമാര് ആ കുട്ടികളെ നോക്കാൻ വേണ്ടി ജീവിതം തന്നെ ഹോമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് സമൂഹത്തിലുണ്ട്. അത് ഞാൻ ഇവിടെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സന്തോഷ വാർത്ത CKR-നോടക്കം പറയാനുള്ളത്, അതിൽ ഋതുഭേദം എന്ന കഥയിലെ ഋതുഭേദം എന്ന ഒരു കഥയുണ്ട്. അത് എൻ്റെ ഒരു സുഹൃത്ത് കണ്ടപ്പോൾ, സുഹൃത്തു സാറോട് ഇതുവരെ ഏവർക്കിയിട്ടില്ല, മിനി സ്ക്രീനിൽ നമുക്കതൊരു സിനിമയാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊരു 5-6 മാസം കൊണ്ട് നമുക്കത് മിനി സ്ക്രീനിൽ സിനിമയാക്കാം, യൂട്യൂബ് വഴി പ്രചരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാതലായ ഒരു കാര്യം, ഹാപ്പി ഹോർമോണുകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കുടുംബം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നായർ കുടുംബത്തിലെ ഒരു കഥയാണ് ഞാൻ ഇവിടെ ചിത്രീകരിച്ചത്. ഹാപ്പി ഹോർമോണുകൾ നമ്മൾ ആ കുടുംബത്തിൽ പ്രസരിപ്പിക്കുകയാണെങ്കിൽ ആ കുടുംബം വല്ലാതെ പുരോഗമനത്തിലേക്ക് എത്തും എന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെയാണ് ആദിച്ചു കൊടുത്തത്. അപ്പോൾ കൂടുതൽ എൻ്റെതായ ഭാഷയിൽ ആവിഷ്കാരം നടത്താൻ ശ്രമിച്ചെങ്കിലും കഥാതന്തുക്കൾ പലതും ചിലതൊക്കെ നമ്മുടെ മോർണിംഗ് സെഷനിലൂടെയൊക്കെ നമ്മളൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഏതായാലും ഈ സുന്ദരമായ നിമിഷത്തിൽ NHS ഹബിൻ്റെ എല്ലാവരോടുമുള്ള കടപ്പാട് അറിയിക്കുന്നു. താങ്ക് യു, മോർ പവർ ടു യു.